ഹലോ എവ്രി വൺ. വീട്ടിൽ തന്നെ ഒട്ടും മായമില്ലാതെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ നമുക്കൊരു രസം പൊടി ഉണ്ടാക്കിയാലോ? അത് വെച്ച് അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ കംഫർട്ടിങ് രസം കൂടി ഉണ്ടാക്കിയ ഉച്ചയൂണ് ഉഷാറായില്ലേ? അതിനായിട്ട് ആദ്യം തന്നെ മുഴുവൻ മല്ലി അതിന് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അതേ പാനിലോട്ട് കുറച്ച് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടി ഇട്ട് അതൊന്ന് നന്നായി ക്രിസ്പി ആവുന്നത് വരെ വീണ്ടും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ വേറെ വേറെ തന്നെ വറുത്തെടുക്കണം. ഇനി ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കുരുമുളക്, ജീരകം, ഉലുവ ഇത് മൂന്നും നമുക്ക് ഒരുമിച്ച് വറുത്തെടുക്കാം. ഒന്ന് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് നമ്മുടെ തൂർദാൽ, സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്നത്. അതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. പിന്നെ കടുക് ഒന്ന് ഡ്രൈ ആയിട്ട് തന്നെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യുന്നത്. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. കറിവേപ്പിലയും ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുക്കാം. ഇതൊന്ന് ചൂടാറിയ ശേഷം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഉപ്പാണ്. ഇതൊന്ന് നന്നായി പൊടിച്ചെടുക്കുക. സ്വാദിഷ്ടമായിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള നല്ല സ്മെല്ലുള്ള നമ്മുടെ രസം പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും പ്രിസർവേറ്റീവ്സ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നില്ല. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിലാക്കി വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. ഇനി നമുക്ക് അത് വെച്ചിട്ടൊരു രസം കൂടി ഉണ്ടാക്കി കാണിക്കാം ഞാൻ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി കടുക്, ജീരകം, ഉലുവ ഒന്ന് നന്നായി പൊട്ടിച്ചെടുക്കാം. ഇതിലോട്ട് 2 ചെറിയ സവാള, കറിവേപ്പിൻ്റെ ഇല, 4-5 വെളുത്തുള്ളി, മുളക്, നമുക്ക് ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ചുള്ള മുളകും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും നമ്മുടെ കടുക്, ഉലുവ, ജീരകം ആ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഇതിലോട്ട് നമ്മുടെ 4 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് രസം പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക. ഈ മൂത്ത് വന്നതിലേക്ക് നമ്മൾ വേവിച്ച് അടിച്ചു വെച്ച തക്കാളി, അതായത് തക്കാളി ഒന്ന് കുക്കറിൽ ഒരു വിസിലോളം വേവിക്കുക. അത് നന്നായി തൊലിയും കുരുവൊക്കെ കളഞ്ഞ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഒരു മിക്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുക, പുളി ആഡ് ചെയ്യുക, പുളിവെള്ളമില്ലേ അത് ആഡ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള രസം റെഡിയായി മിനിറ്റുകൾ കൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും സൂപ്പർ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഫുഡ് വേറെ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടേക്ക് കെയർ.